പറയുന്നു, കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മുനിസിപ്പാലിറ്റിക്കാർക്ക് ഒരു പ്രത്യേക മണ്ണ് സോയിൽ അവിടെ ബാക്ക്ഫില്ല് ചെയ്യാൻ വേണം. അതിന് സോയിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയുള്ള മെഷീനൊക്കെ ആയിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ട് എവിടെയായി ഈ മണ്ണ് കിട്ടണേ. അങ്ങനെ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഈ മലയിൽ മാത്രമേ ഇത്തരത്തിലുള്ള മണ്ണുള്ളൂ എന്ന്. ഉടനെ മുനിസിപ്പാലിറ്റി ഉത്തരവിട്ടു, ആ മല മുഴുവനും വെട്ടി അവിടെ നിന്ന് മാറ്റി ആ തടാകം നിറഞ്ഞ സ്ഥലത്ത് ബാക്ക്ഫില്ല് ചെയ്യാൻ. പ്രൈസ് ദ ലോർഡ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പള്ളിയിലുണ്ടായിരുന്ന ആളുകളെല്ലാം കാണുകയാണ്, അമ്മാമ്മയുടെ ഈ കൊച്ചു വീടിൻ്റെ പുറകുവശത്തുള്ള മലയിൽ മുഴുവനും ട്രിപ്പറും ലോറിയും മെഷീനും ബുൾഡോസറും എല്ലാം വെച്ചുകൊണ്ട് ഇത് മുഴുവനും വെട്ടി മാറ്റിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങളിത് വിശ്വസിക്കുന്നു? ഈ അമ്മാമ്മയുടെ പ്രാർത്ഥനയാണ് ഇതിൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്ന് വിശ്വസിക്കുന്നുവോ? ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനത്തിലാകരുത്, ദൈവിക ശക്തിയിലായിരിക്കണം. ഇത് ഞാൻ വളരെയധികം അനുഭവിച്ചിട്ടുള്ളതാണ് ഈ ഒരു പോയിന്റ്. വളരെയധികം. പ്രത്യേകിച്ച് നമ്മൾ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, ശുശ്രൂഷ എന്നല്ല, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്രിസ്തീയ ജീവിതം അത് ഒരു വലിയ ലക്ഷ്യമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറണം. അതാണ് മലകയറ്റം. കർമ്മല മലകയറ്റം എന്ന് പറയുന്നത്. കർമ്മല മലകയറ്റം. ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്, ഈ കർമ്മല കയറ്റമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നേനെ ഇല്ലേ? നമുക്കിപ്പോൾ അത് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഈ യോഹന്നാൻ കുരിശിൻ്റെ ഇരുണ്ട രാത്രിയും കർമ്മല മലകയറ്റവും ഒക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരായിരുന്നേനെ? ഈ സങ്കീർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എന്തായിരുന്നേനെ എന്നല്ല. അപ്പോൾ നമ്മുടെ വളർച്ചയിൽ ദൈവിക ജ്ഞാനത്തിൽ വളരുന്നതിൻ്റെ എന്താ വളരേണ്ടത്? നമ്മുടെ വിശ്വാസം വളരണം. നമുക്കതൊന്നും കൂടി വായിക്കാം. 1 കൊരിന്ത്യസ് 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം. ജ്ഞാനവും വിശ്വാസവും തമ്മിലുള്ള വലിയ ഒരു ബന്ധമാണ് അവിടെ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകാനായിരുന്നു അത്. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകാനായിരുന്നു അത്. ഇത് പറയുമ്പോൾ മറ്റൊരു ആശയം വരുന്നത് ഇതാണ്. സാധാരണ നമ്മളെപ്പോഴും പിശാചിനെ ഭയമാണ് കുറേ ആളുകൾക്ക്. ഞാൻ പണ്ട് പറയാറുണ്ടായിരുന്നു, ദൈവരാജ്യത്തിൻ്റെ തുറുപ്പിൻ്റെ 7-ാം കൂലി മതി ജാക്കിനെ വെട്ടാൻ. ചീട്ടുകളിക്കാർക്ക് എളുപ്പം മനസ്സിലാവില്ലേ? തുറുപ്പിൻ്റെ 7-ാം കൂലി ഉണ്ടെങ്കിൽ മറ്റേ ജാക്കുകളെല്ലാം വെട്ടാം എന്ന് പറഞ്ഞ പോലെയാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ശക്തിയുടെ ഒരു ചെറിയ അംശം മതി ഈ സകല പിശാചുക്കളെയും അകറ്റാൻ. അപ്പോൾ അവിടെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു അറിവ്, ജ്ഞാനം. എന്താ ജ്ഞാനം? പിശാച് ആരാണ്, ദൈവം ആരാണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതൊരിക്കൽ കൃത്യമായി ഇതിൻ്റെ യുക്തിയിലേക്ക് വന്നത്, ജർമ്മനിയിലെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, എനിക്ക് ഇത്രയൊന്നും അറിയില്ല. എൻ്റെ മരുമകനല്ല, പെങ്ങളുടെ മകൻ, എന്താ പറയുക, നെവ്യൂ, അവൻ പറയാണ്, അവനിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഉത്തരം പറയാൻ പറ്റണില്ല. അവനിങ്ങനെ ആർഗ്യുമെൻ്റാണ്. അവൻ പറയണ ദൈവമില്ല, അവൻ്റെ വിശ്വാസം മുഴുവനും നഷ്ടപ്പെട്ടു, അത് ഇപ്പോഴത്തെ പ്രശ്നം, അതുകൊണ്ട് സാറൊന്ന് അവനുമായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞ് അവനോട് ആർഗ്യുമെൻ്റ് ചെയ്യണം.
കൊണ്ടുപോകാൻ നമ്മളാലാവുന്ന മാതിരി നമുക്കാകെ കൂടിയുള്ള ഒരു സഹായം പരിശുദ്ധാത്മാവുണ്ടല്ലോ എന്നുള്ളത് നല്ല ഉറപ്പല്ലേ, എന്താർക്കും പറ്റിക്കും. അപ്പോൾ അവൻ വന്നിങ്ങനെ ഭയങ്കര വീര്യത്തോടെ പറയാൻ തുടങ്ങി, കത്തോലിക്ക സഭയിൽ ചെയ്യുന്ന തെറ്റാണ്, അത് തെറ്റാണ്, ഇത് തെറ്റാണ്, എനിക്ക് പണ്ടുണ്ടായിരുന്ന വിശ്വാസം പോയി ഇപ്പോഴത്തെ നട്ടും മട്ടും എല്ലാം കണ്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും ആ സഭയിൽ തന്നെയാണ്, പക്ഷെ എൻ്റെ വിശ്വാസം അങ്ങനെ പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, വിശ്വാസം അങ്ങനെ പോകുന്ന ഒന്നല്ല. ഇല്ലില്ല, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അന്ന് നിനക്ക് ഉണ്ടായിരുന്ന വിശ്വാസം യഥാർത്ഥ ദൈവിക ശക്തിയിൽ അടിസ്ഥാനം ഇട്ടിട്ടുള്ളതല്ലായിരുന്നിരിക്കാം, മാനുഷികമായ ബോധ്യങ്ങളിലുള്ളതായിരിക്കാം. അതെന്താ അങ്ങനെ പറയണേ? അവന് ദേഷ്യമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിൻ്റെ വിശ്വാസത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, നിനക്ക് എന്തോരം വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം. അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് നീ പറയുന്ന ഉത്തരമനുസരിച്ച് നീ പാസ്സാവോ ഫെയിലാവോ ചെയ്യും. ഫെയിലാക്കാൻ വേണ്ടിയല്ല, പാസ്സാക്കാനും വേണ്ടിയല്ല, നിൻ്റെ വിശ്വാസത്തിൻ്റെ അളവ്. വിശ്വാസം നമ്മൾക്ക് വളർത്താവുന്നതാണ്. അപ്പം നീ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പോകാൻ പറയാൻ നിനക്ക് ഉണ്ടായിരുന്നാലേ നഷ്ടപ്പെടുകയുള്ളൂ. വിശ്വാസം ഒരുവനിൽ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടില്ല, അത് വളരുകയാണ് ചെയ്യുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്, ദൈവം തരുന്നതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അത് ഒരു വിത്ത് പോലെ നമുക്ക് ലഭിച്ചാൽ അത് മുളച്ച് മുളച്ച് വളർന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവൻ ആകാംക്ഷയായി, എങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോണേന്നറിയാൻ. അപ്പോൾ ഈ അങ്കിളും ഒക്കെ ഉണ്ട്, അയാൾക്കും ഭയങ്കര ഇൻട്രസ്റ്റായി. ജർമ്മൻകാർക്ക് ഇങ്ങനെ വലിയ ഇൻട്രസ്റ്റ്, അവർക്ക് ഡിസ്കഷനാണ് വലിയ ഇഷ്ടം. അതിനെക്കുറിച്ച് ഒരു തമാശ പറയാറുണ്ട്. ഒരു ജർമ്മൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോവാം, സ്വർഗം എന്നുള്ള ബോർഡുണ്ട് അവിടെ. അങ്ങനെ സ്വർഗത്തിലെത്താറായപ്പോഴേക്കും അവിടെ വേറൊരു ബോർഡ് കണ്ടു, സ്വർഗത്തിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ എന്ന്. ഇപ്പോൾ സാധാരണ ജർമ്മൻകാരൻ എവിടെ പോകും? ഡിസ്കഷനിലേക്ക് പോകും. സ്വർഗത്തിൽ പോകണമെങ്കിൽ മുമ്പ് അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു അവരെപ്പോഴും ഇങ്ങനെ ഡിസ്കഷനാണ്. അതുകൊണ്ട് ഈ ധ്യാനം നടത്തുന്ന നേരത്തൊക്കെ അവർ എഴുന്നേറ്റ് പറയും, ഐ ഒബ്ജക്റ്റ്, ഞാൻ നിങ്ങളോട് പറയണത് യോജിക്കുന്നില്ല എന്ന് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഡിസ്കഷൻ അതിനുവേണ്ടി ചെയ്തിട്ട് അവരെ സമർത്ഥിച്ച് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അവിടുത്തെ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇവർ ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. നമുക്ക് അപ്പോൾ ഡിസ്കഷനിൽ എനിക്ക് കിട്ടിയ ഒരു ആശയം ഇതാണ്. അവനോട് ഞാൻ ചോദിച്ചു, അശുദ്ധാത്മാവും ദൈവാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ശക്തിയിൽ, പവർ, ഹോഴ്സ് പവർ. ഇപ്പോൾ വണ്ടിക്ക് ഹോഴ്സ് പവർ, ഇത്ര ഹോഴ്സ് പവറിൻ്റെ വണ്ടി എന്ന് പറയില്ലേ, നമ്മൾ ഇത്ര ഹോഴ്സ് പവറിൻ്റെ വണ്ടി എന്ന പോലെ ദൈവാത്മാവിന് എത്ര ഹോഴ്സ് പവർ, എന്താ ശക്തി? അശുദ്ധാത്മാവ് പിശാചിന് ശക്തി എത്ര? അത് കേട്ടിട്ട് കുറേ നേരം അവൻ ചിന്തിച്ചിരുന്ന് അവന് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ അമ്മാവൻ സന്തോഷമായിക്കൊണ്ടിരിക്കുക, എൻ്റെ അമ്മാവൻ സന്തോഷമായിക്കൊണ്ടിരിക്കുക. അയാൾ ഇടയ്ക്ക് ഇങ്ങനെ തലയൊക്കെ കുലുക്കുന്നുണ്ട്. പല പോസിബിലിറ്റി, നീ ഇങ്ങനെ ചിന്തിച്ച് നോക്കുക, അങ്ങനെ ചിന്തിച്ച് നോക്കുന്നൊക്കെ പറയുന്നുണ്ട് അവനൊന്ന്. പക്ഷേ അവൻ പറയണ ഉത്തരവൊന്നും അടുക്കണില്ല. അപ്പോൾ അവസാനം പറഞ്ഞു, ഞാൻ തോറ്റു. കണ്ടു, അപ്പം നീ തന്നെ പറഞ്ഞല്ലോ തോറ്റു. അപ്പോൾ എവിടെ നിൻ്റെ വിശ്വാസം? അവന് ശരിക്കത് മനസ്സിലായി, ഏത് വിശ്വാസം അവന് പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ അവൻ എൻ്റെ പുറകെ നടക്കാൻ തുടങ്ങി. സാറ് പറയും എന്താണത്? അപ്പോൾ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു, ദൈവം സൃഷ്ടാവാണ്. പിശാച് എങ്ങനെ ഉണ്ടായി? പിശാച് ഉണ്ടായത് മാലാഖമാരുടെ പതനത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ പതനത്തിന് മുൻപ് തന്നെ മാലാഖമാരാരായിരുന്നു? സൃഷ്ടിയായിരുന്നു. എന്തോ ഒരു വലിയ ഒരു ഇൻസൈറ്റാണ്. അപ്പം മാലാഖമാരുടെ പതനത്തിലൂടെയാണ് പിശാചുണ്ടായത്. അതുകൊണ്ട് ഒറിജിനലി പിശാച് ഒരു സൃഷ്ടിയാണ്. ഇത്
പിന്നീട് നോക്കിയപ്പോൾ കാറ്റഗിസത്തിൽ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അതാണ് 395 ഖണ്ഡികയിൽ. ഇത് ഞാൻ പറയുന്നത് മാനുഷിക ജ്ഞാനവും ദൈവിക ശക്തിയും തമ്മിലുള്ള വ്യത്യാസം. മാനുഷിക ജ്ഞാനത്തിൽ നമ്മൾ സാധാരണ അവിടെ പിശാചിൻ്റെ അവിടെ പോകണ്ട, പക്ഷേ വാസ്തവത്തിൽ നമ്മളെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? നീ പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം നിനക്ക് നൽകിയിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനി പോകുന്ന സ്ഥലത്ത് പിശാചിന് ഇരിക്കാൻ പറ്റില്ല. കാരണം പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും നശിപ്പിച്ച ആ ബോംബുമായിട്ടാണ് പോകുന്നത്. 395 ഖണ്ഡികയിൽ പറയുകയാണ്, എങ്കിലും പിശാചിൻ്റെ ശക്തി അനന്തമല്ല, അവനൊരു സൃഷ്ടി മാത്രമാണ്. പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമാകുന്ന ദൈവരാജ്യത്തോടും തികഞ്ഞ വിദ്വേഷത്തോടെ പിശാച് ഈ ലോകത്തിൽ പ്രവർത്തിച്ചേക്കാം. അവൻ്റെ പ്രവർത്തനം ഓരോ മനുഷ്യനും സമൂഹത്തിനും ആത്മീയവും പരോക്ഷമായ ശാരീരികമായി പോലുമുള്ള ഗൗരവതരമായ ഉപദ്രവങ്ങൾ വരുത്തിവെക്കുന്നതും ആകാം. എന്നാലും പിശാചിനെ അവൻ്റെ ദുഷ്ടപ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. ശക്തിയോടും സൗമ്യതയോടും കൂടി മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും ചരിത്രത്തെ നിയന്ത്രിച്ച് നയിക്കുന്ന ദൈവിക പരിപാലന പിശാചിനെ അവൻ്റെ പ്രവർത്തനത്തിന് അനുവദിക്കാറുണ്ട്. പൈശാചിക പ്രവർത്തനത്തെ ദൈവം അനുവദിക്കുന്നത് എന്നത് ഒരു വലിയ രഹസ്യമാണ്. എങ്കിലും നമുക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഇത് വലിയൊരു ജ്ഞാനമാണ്. പൈശാചിക പ്രവർത്തനങ്ങളെ ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു എന്നുള്ളത്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് പിശാച് സൃഷ്ടിയാണെന്നും ദൈവമറിയാതെ പിശാചിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം എന്തെങ്കിലും അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്? അതിന് മറുമരുന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ. ഇത് ഞാൻ ഇങ്ങനെ ടെലിവിഷൻ പ്രഭാഷണത്തിലും പല സ്ഥലത്ത് ഞാനിത് പറയുന്നുണ്ട്, എപ്പോഴും ഞാനിത് പറയുന്നുണ്ട്. പലരും സമാധാനമായി, ആ ഭയം തീർന്നു. അപ്പോൾ പിശാചിനെ നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ അനന്ത ശക്തിയെ തുലനം ചെയ്യുമ്പോൾ പിശാച് സൃഷ്ടി എന്നുള്ള നിലയിൽ പരിമിതമാണ്. പിശാചിൻ്റെ ശക്തി ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ ബൈബിളിലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഈ ഒറ്റ കാര്യം മനസ്സിലാകുമ്പോൾ ഉൽപ്പത്തി മുതലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം മനസ്സിലാവും. നമുക്കൊന്ന് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞ്, ആത്മാവേ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ജ്ഞാനം നൽകണമേ, ഈ കാര്യങ്ങൾ അറിയാൻ ഞങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ജീവജലത്തിൻ അരുവിയായി ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, എന്നാത്മാവിൽ എന്നിൽ വാഴും ആത്മാവേ, ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ, ജ്ഞാനത്താൽ നിറയ്ക്കണമേ.
എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും ആത്മാവേ വരദാനങ്ങൾ ചൊരിയണമേ. എന്നിൽ വാഴും ആത്മാവേ വരദാനങ്ങൾ ചൊരിയണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. എന്നിൽ വാഴും 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 ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. പുതുബോധ്യങ്ങൾ നൽകണമേ, പുതുബോധ്യങ്ങൾ നൽകണമേ, പുതുബോധ്യങ്ങൾ നൽകണമേ, പുതുബോധ്യങ്ങൾ നൽകണമേ. എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ. 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 എന്നിൽ വാഴും ആത്മാവേ ലോകം മുഴുവൻ 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 പടരണമേ. എന്നിൽ കത്തി പടരണമേ, 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 എന്നിൽ കത്തി യേശുവിന്റെ നാമത്തിൽ അന്ധകാരത്തിന്റെ മലകൾ ദൂരെ പോകട്ടെ. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല, നിങ്ങൾക്കൊന്നും അസാധ്യമല്ല, നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. യേശുവിന്റെ നാമത്തിൽ ഈ മല ദൂരെ പോകട്ടെ. അന്ധകാരത്തിന്റെ മലകൾ ദൂരെ പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ മല ദൂരെ പോകട്ടെ. അന്ധകാരത്തിന്റെ മലകൾ ദൂരെ പോകട്ടെ. പിശാചിന്റെ സകല പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ ദൂരെ പോകട്ടെ. സർപ്പങ്ങളെ കയ്യിലെടുക്കുക, സർപ്പങ്ങളെ കയ്യിലെടുക്കുക. സർപ്പങ്ങളെ കയ്യിലെടുക്കുക. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ജ്ഞാനം വർദ്ധിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ജ്ഞാനം വർദ്ധിപ്പിക്കണമേ. വിസ്മയനീയമായ ജ്ഞാനം, infinite power. God is infinite. Infinite ദൈവം എന്റെ കൂടെ വസിക്കുന്നു. Infinite ദൈവം എന്റെ കൂടെ വസിക്കുന്നു. I believe.
I believe the infinite power is in me. The infinite intelligence is in me. In the name of that infinite power, move the mountain. In the name of Jesus. അന്ധകാരത്തിന്റെ ആ മല ദൂരെ പോകട്ടെ. അന്ധകാരത്തിന്റെ മല ദൂരെ പോകട്ടെ. അജ്ഞതയുടെ മല ദൂരെ പോകട്ടെ. അവിശ്വാസത്തിന്റെ മല ദൂരെ പോകട്ടെ. അന്ധവിശ്വാസത്തിന്റെ മലകൾ ദൂരെ പോകട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. അഭിഷേകം, അഭിഷേകം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവിക ശക്തി മാനുഷികതയിൽ നീക്കട്ടെ. കൃപ ഒഴുകട്ടെ. കൃപ മതി. കൃപ, കൃപ. ദൈവികത മാനുഷികതയിൽ ലയിക്കുന്ന കൃപ. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകും. ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകും. ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ. ഞങ്ങളെല്ലാവരിലും കൃപ നിറയട്ടെ. എല്ലാവരിലും കൃപ നിറയട്ടെ. ഞങ്ങളിൽ കൃപ നിറയട്ടെ. എല്ലാവരിലും കൃപ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ കൃപ, കൃപ, കൃപ. എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട്. മനുഷ്യ മക്കളെ ആർത്തിയോടെ വീഴുന്ന സിംഹങ്ങളുടെ പ്രവർത്തനങ്ങൾ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. മനുഷ്യ മക്കളെ ആർത്തിയോടെ വീഴുന്ന സിംഹങ്ങളുടെ നടുവിലാണു ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാറുകളും. ദൈവമേ അങ്ങ് ആകാശത്തിനുമേ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും
മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. ദൈവമേ അങ്ങ് ആകാശത്തിനുമേ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. ദൈവമേ അങ്ങ് ആകാശത്തിനുമേ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. ദൈവമേ അങ്ങ് ആകാശത്തിനുമേ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. പ്രൈസ് ദ ലോർഡ്. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇപ്പം ഈ 10, 15, 20 മിനിറ്റ് കൊണ്ട് ഈ കേട്ട വചനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസം വളരെ വർദ്ധിച്ചു എന്ന് തോന്നുന്നവരൊന്ന് കൈ ഉയർത്തിയേ. കണ്ടോ? പ്രൈസ് ദ ലോർഡ്. അതാണ് വിശ്വാസം. മാനുഷിക ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ ദൈവിക ശക്തിയിൽ. ഈ മലയോട് വിശ്വാസത്തോടെ മാറാൻ പറഞ്ഞു. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, വിശ്വസിക്കുന്നവനിൽ ഈ ഒരു അടയാളം ഉണ്ടാവും, അവൻ എൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തും. അപ്പോൾ എൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ ആ രോഗമാകുന്ന ചെറിയ മലയോട് മാറാൻ പറഞ്ഞാൽ നീ പറയുന്നത് കേൾക്കും. നിനക്ക് ഒന്നും അസാധ്യമല്ല. നിനക്ക്, ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു മനുഷ്യ വ്യക്തിയിൽ ദൈവം വസിക്കുമ്പോൾ ആ വസിക്കുന്ന ദൈവത്തിന് ഒന്നും അസാധ്യമല്ലാത്ത ആ ശക്തി ഈ മനുഷ്യന് കൊടുത്തുകൊണ്ട് ഈശോ പറയുകയാണ്, നിനക്കൊന്നും അസാധ്യമല്ല എന്ന് മനസ്സിലാക്കുകയും. പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ്, ഇവിടെ ആർക്കെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ വേദനയുള്ള ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്നുകൂടി വായോ. ഇപ്പോൾ ഒരു വേദന ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആ വേദനയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറുന്നത് കണ്ടോ? എവിടെയാണ്? കഴുത്തിൽ ഈ ഭാഗത്ത് വേദന ഉണ്ട് ഇല്ലേ? ഇപ്പം കൂടി ഇല്ലേ? അത് മാറ്റി. അപ്പോൾ കർത്താവ് ഇതൊരു ഡെമോൺസ്ട്രേഷനായിട്ട് തരാൻ വേണ്ടിയാണ്. യെസ്. ഇപ്പോൾ അനിത വിശ്വസിക്കുന്നുവോ? കർത്താവ് ഇപ്പോൾ ഈ വേദന മാറ്റുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? അവരൊന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. കണ്ടോ? ഈ വേദന ഇപ്പോൾ കർത്താവ് എടുത്ത് മാറ്റുമെന്ന് വിശ്വസിക്കുന്നുവോ? എന്നാൽ ഇതാ ഈശോ പറഞ്ഞു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മല മാറും. In the name of Jesus, let this mountain of this pain move from here. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. In the name of Jesus. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. And this pain disappear now. യേശുവിന്റെ നാമത്തിൽ ഈ വേദനയുടെ മല ഇപ്പോൾ മാറട്ടെ. Move away from her now. In the name of Jesus. Nothing is impossible for you, for me, for all of us. In the name of Jesus, all these blood vessels, tissues, bones and muscles be free from all the pain and heal. ഈശോയെ അങ്ങ് അരുളി ചെയ്തു, വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാവും. I am not a healer, I am a believer. വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാകും. അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടും. രക്തധമനികൾ, മാംസപേശികൾ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്.
ദൈവനാമത്തിൽ അവയെല്ലാം സൗഖ്യമാകട്ടെ. ഈ വേദന മാറട്ടെ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശന്തല ഹലബല ഹലബല ഹലബല. In the name of Jesus, I command all evil afflictions, any, move from her. Shandala, halabala, halabala, halabala. Praise the Lord. ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കിയപ്പോ ഈ സൈഡിലില്ല, ഇപ്പൊ ഈ സൈഡിലുണ്ട് വേന. ഇല്ല. അല്ലേ? അപ്പൊ അതിനുവേണ്ടി കർത്താവിന് നന്ദി പറയാം. ഒന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞ് കണ്ടോ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ വേദന മാറി. ഇനി ഈ സൈഡിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സൈഡിലുള്ള ഈ രോഗത്തിൻ്റെ ഈ നെർവ് സിസ്റ്റം യേശുവിൻ്റെ നാമത്തിൽ രക്തധമനികൾ മാംസപേശികൾ എല്ലാം പൂർണ്ണ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. All blood vessels, tissues, bones and muscles come back to normal healthy condition and be healed. Move the mountain. Shandala halabala bala 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 bala. Shala bala 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 bala. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition and be healed. Praise you, Lord. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you. Thank you, Jesus. Thank you. In the name of Jesus, any evil afflictions blocking this, be moved. Leave now in the name of Jesus. Thank you, Lord. Thank you, Lord. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. I believe. I believe. ഓക്കെ, ഇപ്പം എങ്ങനെയുണ്ട്? Praise the Lord. ഒന്ന് കൈയടിച്ച് കർത്താവിന് മഹത്വപ്പെട്ടു. സ്ത്രീകൾ നീങ്ങുന്നു. ഓക്കെ, praise the Lord. സോ ഇതിപ്പോൾ നമ്മൾ കർത്താവ് ആ വിശ്വാസത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. ഇതാണ് സുവിശേഷത്തിലുള്ള രോഗശാന്തികളുടെ എല്ലാം ആവശ്യം പ്രധാനമായിട്ട്. പാവ അനിത വായു ഇപ്പോൾ ഈ ജോർജ് ചേട്ടന് എവിടെയാണ് അസുഖം വേദന? രണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കം. യു ക്യാൻ ആൾസോ പ്രേ. വായോ നിങ്ങൾ ആരെങ്കിലും വാ, നിങ്ങൾക്ക് കൈവച്ച് പ്രാർത്ഥിക്കാം. സോ ഒരു ഓൺലൈൻ എക്സ്പീരിയൻസ് ആണത്. ഓക്കെ, കം ഈ വസ്തു വാ സിസ്റ്റർ അനിതയും വായോ. യെസ്. എവിടെയെല്ലാമാണ് വേദന? ഷോൾഡർ, രണ്ട് ഷോൾഡർ ഉണ്ട്, രണ്ട് കാലിനുണ്ട്, ഒരു കാലിന്. ഇപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡറിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ പോയിന്റ് നമ്പർ 1, ഈ ഇൻഫിനിറ്റ് ഗാഡ് ജോർജ് ഏട്ടൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഡു യു ബിലീവ് ജീസസ് ക്യാൻ ഹീൽ യു നൗ? അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കുന്നു. ആ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആ ദൈവം പറയുകയാണ്, ആ വിശ്വാസത്തോടെ നീ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. ആ മല എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഓരോ കോൺസിക്വൻസുകളാണ്, ഇങ്ങനത്തെ ഓരോ പ്രോബ്ലങ്ങൾ. അപ്പോൾ ഈ വേദന അതെന്തെല്ലാം കാരണങ്ങളായാലും, ചിലപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അതിന് തുടക്കമുണ്ടായാലും ആ മല അവിടെ നിന്ന് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. Come on, pray. In the name of Jesus, ഈ വേദനയുടെ മല മാറട്ടെ. In the name of Jesus, let this mountain of this pain be moved now. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. In the name of Jesus, രക്തധമനികൾ മാംസപേശികൾ എല്ലാം പൂർണ്ണ സൗഖ്യമാകട്ടെ.
In the name of Jesus, I command all evil afflictions, if any, leave him now. In the name of Jesus, all blood vessels, tissues, bones and അതിന്റെ മൂല കാരണങ്ങളോട് കൂടി സൗഖ്യപ്പെടുത്തണേ. അതിന്റെ മൂല കാരണങ്ങളോട് കൂടെ സൗഖ്യപ്പെടുത്തണേ. താങ്ക് യു. Thank you, Lord. Thank you, Jesus. Thank you, thank you, thank you, thank you. Oh, Jesus, thank you. Yes. നീ കൈ പൊക്കി നോക്കിയേ. കുറച്ച് കുറവില്ല. പക്ഷെ മുഴുവനും മാറിയിട്ടില്ല. സോ ഇറ്റ് ഈസ് ഇൻ എ പ്രോസസ്. കുറവുണ്ട്, മുഴുവനും മാറിയിട്ടില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടി പ്രാർത്ഥിക്കണതിന് കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഹോപ്പ് കിട്ടിയിരിക്കുക. ഇത് മാറും, കുറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അതാണ് ആ പ്രാർത്ഥിക്കുന്ന നേരത്ത് ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന നിർത്തണ്ട. രണ്ടാമതൊന്നുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കുറേയും കൂടി കോൺഫിഡൻസിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. ഞങ്ങളെ പഠിപ്പിക്കണേ, ഞങ്ങളെ പഠിപ്പിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ ഈ വേദന പൂർണ്ണമായി മാറ്റണമേ. In the name of Jesus. Oh